friends, welcome back to my channel. I am Arathi. So, നമ്മളുടെ 30 days crash കോഴ്സിലെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. ഇന്നലെ ബിസിനസ് ഫിനാൻസിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് തിയറീസ് ആണ് നോക്കിയത്. ഇന്ന് ആ ബിസിനസ് ഫിനാൻസിലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിനു മുൻപ് ഇന്നലത്തെ ടോപ്പിക്ക് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അതുപോലെ തന്നെ നമ്മളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് അടുത്ത ടോപ്പിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു കാൽക്കുലേഷൻ ഇതിന് എല്ലാ ഇയേഴ്സിലും ചോദിക്കാറുള്ളതാണ്. സോ അതിന് മുൻപ് കമ്പ്യൂട്ടേഷനിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും ഉള്ളത് നോക്കാം. Cost of capital means minimum rate of return expected by the investors. That is, ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിലോ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു മിനിമം റിട്ടേൺ, അതിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്, അതും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഫേം ഇപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ ഇൻ റിട്ടേൺ എന്ത് പേ ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം പബ്ലിക്കിന്. സോ ആ ഇൻട്രസ്റ്റ് ആണ് അവിടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് അക്യൂർ ചെയ്യുമ്പോൾ എന്ത് റിട്ടേൺ അവർക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫണ്ട് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് വരുന്ന ആ കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് കമ്പനിക്ക് ഫണ്ട് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. പല സോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സോഴ്സസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഡെപ്റ്റ് ഉണ്ട്, ദെൻ പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു കമ്പനിക്ക് ഫണ്ട് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ്. സോ ഈ ഓരോ സോഴ്സിൽ നിന്നും ഫണ്ട് അക്യൂർ ചെയ്യുമ്പോൾ കമ്പനിക്ക് എത്ര കോസ്റ്റ് വരും, എത്രയാണ് അവർക്ക് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതാണ് ഇവിടെ കമ്പ്യൂട്ടേഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റത്തെ കാൽക്കുലേഷനിലേക്ക് പോകാം. ആദ്യം കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബോറോഡ് ഫണ്ടാണ്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്നത്. അപ്പോൾ അതിന് അവിടെ വരുന്ന കമ്പനിക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. സോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് മീൻസ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. സോ ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇസ് ഈക്വൽ ടു I/NP. I means interest, NP means net proceeds, that is issue price ആണ്. ഇനി ടാക്സ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇക്വേഷനിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരും. I/NP ഇൻറ്റു 1 - T. ഇതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്പനി ഇഷ്യൂസ് 50,000 8% debentures at a premium of 10%. Tax rate is 60%. What is the cost of debt? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 50,000 ഡിബെഞ്ചേഴ്സ് ആണ് കമ്പനിയുടെ കയ്യിലുള്ളത്. 8% ഡിബെഞ്ചേഴ്സ് അത് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 10% പ്രീമിയത്തിനാണ്. ടാക്സ് 60% തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇസ് ഈക്വൽ ടു I/NP ഇൻറ്റു 1 - T. I ഇസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഇവിടെ 8% ഡിബെഞ്ചേഴ്സ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആ 8% ആണ് ഇൻട്രസ്റ്റ്. ദാറ്റ് ഇസ് 50,000-ൻ്റെ 50 എത്ര ഡിബെഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്തത് അതിനാണല്ലോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 50,000-ൻ്റെ 8%. 50,000-ൻ്റെ 8% എന്ന് പറയുമ്പോൾ 4,000 ആണ്. സോ 4,000 ആണ് I വരുന്നത്. ബൈ NP എന്ന് പറഞ്ഞാൽ ഇഷ്യൂ പ്രൈസ് ആണ്. ഇവിടെ എത്രയാണ് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്? 50,000 ഡിബെഞ്ചേഴ്സ് ഒരു 10% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തു എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ NP എന്ന് പറയുന്നത് ആ പ്രീമിയം ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. 50,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 5,000 ആണ്. സോ പ്രീമിയം ആഡ് ചെയ്യുമ്പോൾ 50,000 + 5,000 വിച്ച് ഇസ് ഈക്വൽ ടു 55,000. സോ 4,000 ഡിവൈഡഡ് ബൈ 55,000 ഇൻറ്റു ടാക്സ് ഉള്ളതുകൊണ്ട് ടാക്സും കൺസിഡർ ചെയ്യണം. സോ 1 - T. എന്ന് പറയുന്നത് 60% ആണ്. സോ 0.6. 1 - 0.6. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2.91%. അത് I/NP ഇൻറ്റു 1 - T ഇൻറ്റു 100 കൂടി ചെയ്യണം പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. സോ നമുക്ക്
91% കിട്ടും. ഇതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ കാൽക്കുലേഷൻ. ഇതൊരു നോർമൽ ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ ആണ്. ഈ ഒരു മെത്തേഡൊക്കെയാണ് ചോദിക്കാറ്. ഇനിയുണ്ട് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് അത് നോക്കും. കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ മേടിക്കുന്ന ക്യാഷ് എന്താണ് ഒരു സർട്ടൺ പീരീഡ് കഴിയുമ്പോൾ അതെന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ആ ഒരു മെച്യൂരിറ്റി പീരീഡ് ആവുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം. അതാണ് റിഡംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: I പ്ലസ് 1/n ഇൻറ്റു RV മൈനസ് NP ബൈ ഹാഫ് RV പ്ലസ് NP. ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു വ്യത്യാസം വരും. I ഇൻറ്റു 1 മൈനസ് T പ്ലസ് 1/n ഇൻറ്റു RV മൈനസ് NP ബൈ ഹാഫ് RV പ്ലസ് NP. ആ ഒരു ടാക്സ് ഉണ്ടെങ്കിൽ ആ ഒരു 1 മൈനസ് ടി ചേർക്കണം എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, എൻ മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷം കഴിയുമ്പോഴാണ് റിഡീം ചെയ്യണത്. RV എന്ന് പറഞ്ഞാൽ റിഡീം ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ് തിരിച്ചു കൊടുക്കുന്നത്. NP നേരത്തെ പറഞ്ഞു ഇഷ്യൂ പ്രൈസ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എ കമ്പനി റേസസ് 1 lakh by issue of 1000 10% debentures of 100 each at a discount of 2% redeemable after 10 years. If tax rate is 40%, what would be the cost of debt? അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1 lakh ആണ് കമ്പനി റേസ് ചെയ്തത്. 10% ഡിബഞ്ചേഴ്സ് 100 റുപ്പീസിൻ്റെ ഇഷ്യൂ ചെയ്ത് 1 lakh റേസ് ചെയ്തു. അതും റേസ് ചെയ്തത് ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2% ഡിസ്കൗണ്ട്. ദെൻ റിഡീമബിൾ ആഫ്റ്റർ 10 years. 10 years കഴിയുമ്പോൾ ആ മേടിച്ച എമൗണ്ട് 1 lakh റുപ്പീസ് അതങ്ങനെ തന്നെ എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. ഇഫ് ടാക്സ് റേറ്റ് ഇസ് 40%, വാട്ട് വുഡ് ബി ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്? ടാക്സ് റേറ്റും തന്നിട്ടുണ്ട്, നമ്മളോട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? 1i ഇൻറ്റു 1 മൈനസ് ടി പ്ലസ് 1/n ഇൻറ്റു RV മൈനസ് NP ബൈ ഹാഫ് RV പ്ലസ് NP. ഇതായിരുന്നു നമ്മളുടെ ഇക്വേഷൻ. സോ ഈ ക്വസ്റ്റ്യനിൽ I എന്ന് പറയുന്നത് 1 lakh, അതായത് 10% ആണ് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സോ 1 lakhൻ്റെ 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 ആണ്. ദെൻ ടാക്സ് എത്രയാണ്? 40% എന്ന് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 0.4. ദെൻ n നമ്പർ ഓഫ് ഇയേഴ്സ്, റിഡീമബിൾ ആഫ്റ്റർ 10 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ n എന്ന് പറയുന്നത് 10 ആണ്. RV മീൻസ് റിഡീമബിൾ വാല്യൂ. റിഡീം ചെയ്യുന്നത് എങ്ങനെയാണ്? 1 lakhന് തന്നെയാണ്, അല്ലാണ്ട് എക്സ്ട്രാ റിഡീമബിൾ ആഫ്റ്റർ 10 years അറ്റ് എ പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റിഡംഷൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് വരും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ റിഡീം ചെയ്യുന്ന വാല്യൂ 1 lakh തന്നെയാണ്. ദെൻ NP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് ആണ്. ദാറ്റ് ഈസ് ഇഷ്യൂ പ്രൈസ് ആണ്. ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 2% ഡിസ്കൗണ്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആ ഇഷ്യൂ പ്രൈസ് NP കണ്ടുപിടിക്കുന്നത് 1 lakhൻ്റെ 2%, ദാറ്റ് ഇസ് 2000. ദെൻ അത് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് ഡിഡക്റ്റ് ചെയ്യുക. സോ 98,000 ആണ് ഇവിടെ NP വരുന്നത്. ഇനി ഇത് നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 10,000 ഇൻറ്റു 1 മൈനസ് 0.4 പ്ലസ് 1/10 ഇൻറ്റു 1 lakh മൈനസ് 98,000 ഡിവൈഡഡ് ബൈ ഹാഫ് 1 lakh പ്ലസ് 98,000. ദെൻ 10,000 ഇൻറ്റു 1 മൈനസ് 0.4 എന്ന് പറയുന്നത് 0.6 ആണ്. പ്ലസ് 1/10 ഇൻറ്റു 1 lakh മൈനസ് 98,000. 1 lakh മൈനസ് 98,000 2,000 ഇൻറ്റു 1/10 എന്ന് പറയുന്നത് 200 ആണ്. ദെൻ 10,000 into 0.6 which is equal to 6,000 plus 200, 6,280. താഴെ 1 lakh plus 98,000 1 lakh 98,000. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 99,000 ആണ്. സോ 6,200 ഡിവൈഡഡ് ബൈ 99,000 which is equal to 0.62. ദെൻ നമ്മൾ ഇൻറ്റു 100% കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 100 ചെയ്യുക. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.26% ആണ് ഇവിടെ കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് കിട്ടുന്നത്.
ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇക്വേഷനിൽ ഷെയർസ് ആവുമ്പോൾ ഡെപ്റ്റിന് ഐ ആയിരുന്നു, ഇൻട്രസ്റ്റ് ആയിരുന്നു. ഷെയർസ് ആവുമ്പോൾ അവിടെ ഇൻ റിട്ടേൺ കൊടുക്കേണ്ടത് ഡിവിഡൻഡ് ആണ്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് KP വിച്ച് ഇസ് ഈക്വൽ ടു D/NP. അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഇതിൽ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഇഷ്യൂസ് 10% preference shares. The face value per share is 100 but the issue price is 95. What is cost എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 10% പ്രിഫറൻസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫേസ് വാല്യൂ 100 തന്നിട്ടുണ്ട്, ഇഷ്യൂ പ്രൈസ് 95 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് KP ഈസ് ഈക്വൽ ടു D/NP ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ആണ്. 10% പ്രിഫറൻസ് ഷെയർസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ 10% ആണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടത്. സോ 100ൻ്റെ ഫേസ് വാല്യൂ 100 ആണ്. അപ്പോൾ ആ 100ൻ്റെ ആണ് 10% കണ്ടുപിടിക്കേണ്ടത്. 100ൻ്റെ 10% എന്ന് പറയുമ്പോൾ 10 തന്നെയാണ്. ദെൻ NP എന്ന് പറഞ്ഞാൽ ഇഷ്യൂ പ്രൈസ് ആണ്, വിച്ച് ഇസ് ഗിവൺ, ദാറ്റ് ഇസ് 95 ആണ്. സോ 10 ഡിവൈഡഡ് ബൈ 95, ദെൻ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 10.53% കിട്ടും. ഇവിടെ ഈ ഒരു ബേസ് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഇസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഡിവിഡൻറ്റ് തന്നെയാണ്. ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഡിവിഡൻറ്റ് ഈൽഡ് മെത്തേഡ്, ദെൻ ഡിവിഡൻറ്റ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് ഉണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് വേറെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏർണിംഗ് ഈൽഡ് മെത്തേഡ്, ദെൻ റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചോദിച്ച് കണ്ടിരിക്കുന്നത് ഈ 2 മെത്തേഡ്സ് വെച്ചിട്ടുള്ളൊരു നോർമൽ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നോർമൽ ഇക്വേഷൻ ആണ് D/NP, ഓർ മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ D/MP. ദെൻ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് ഉണ്ട്, ദാറ്റ് ഈസ് ഗ്രോത്തും കൂടി കൺസിഡർ ചെയ്യും. ഡിവിഡൻറ്റിലുള്ള ആ ഒരു ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വേഷനിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരും. G1/NP പ്ലസ് G, അതാണ് ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജും കൂടി കൺസിഡർ ചെയ്യുക. സോ ഒരു പ്രോബ്ലം നോക്കാം. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കമ്പനി ഷെയർ ഇസ് 90 ആണ് മാർക്കറ്റ് പ്രൈസ്. എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ നെക്സ്റ്റ് ഇയറിലേക്ക് ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്തത് 4.5 ആണ്. ആൻഡ് ഇഫ് ദ ഡിവിഡൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് 8%, ദ ഷെയർ ഹോൾഡേഴ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് അപ്പോൾ അടുത്ത ഡിവിഡൻറ്റിൻ്റെ ഒരു 8% ഗ്രോത്ത് ആണ് ഡിവിഡൻറ്റിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ D/MP പ്ലസ് G ആണ്. സോ D എന്ന് പറയുന്നത് ഇവിടെ ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത് 4.5 ആണ്, ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് 90, പ്ലസ് ഗ്രോത്ത് റേറ്റ് കൺസിഡർ ചെയ്യുക. ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 8% ആണ്. 8% എന്ന് പറയുമ്പോൾ 0.8 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 13 ഇൻറ്റു 100 ചെയ്യണം. അപ്പോഴാണ് നമുക്ക് 13% കിട്ടുന്നത്. ഇതാണ് മെയിനായിട്ട് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതുവരെയും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സോ ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇത് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്ത് ചോദിച്ച് കണ്ട് റിപ്പീറ്റേഷൻ വന്നിരിക്കുന്നത് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നും ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. സോ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. താങ്ക്